നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കേരളക്കരയെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ആറന്മുളയിൽ രണ്ട് യുവാക്കൾ ചേർന്ന് രണ്ട് യുവാക്കളെ അതിക്രൂരമായി പീഡിപ്പിച്ച വാർത്ത പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിന് പിന്നിലുള്ള എന്താണ് കാരണം എന്നുള്ളതിനെ ചൊല്ലി പല രീതിയിലുള്ള അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആറന്മുള സ്റ്റേഷൻ പരിധിയിലെ ചരൽക്കുന്ന ആന്താലി മണ്ണിൽ നടന്ന ഹണി ട്രാപ്പ് പീഡന കേസിൽ പോലീസിനെ വലയ്ക്കുകയാണ് ഈ പറയുന്ന ഇരയായിട്ടുള്ള ഒരു റാന്നിക്കാരന്റെ മൊഴി. യുവാവിനെ ഹണി ട്രാപ്പിൽ പെടുത്തി പീഡിപ്പിച്ച ജയേഷ്, ഭാര്യ രശ്മി എന്നിവർക്കും മർദ്ദനമേറ്റ ആൾക്കുമിടയിൽ അറിയാക്കഥകൾ ഏറെ ഉണ്ടാകുമെന്നാണ് പോലീസിന്റെ നിഗമനം. പക്ഷേ ഇരു കൂട്ടരും പറയുന്ന പരസ്പര വിരുദ്ധമായ മൊഴികൾ പോലീസിനെ വട്ടം ചുറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ മർദ്ദിച്ചത് താൻ പ്രണയിക്കുന്ന പെൺകുട്ടിയുടെ ബന്ധുവായ 3 യുവാക്കളാണെന്നാണ് ക്രൂരപീഡനത്തിനിരയായ റാന്നിക്കാരൻ പോലീസിനോട് ആദ്യം പറഞ്ഞത്. ഇത് പ്രകാരം 3 യുവാക്കളെ ആറന്മുള പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടുവന്നു. തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിൽ ഇവർക്ക് മർദ്ദനത്തിൽ യാതൊരു പങ്കുമില്ലെന്നും തെളിവായി. വീണ്ടും റാന്നിക്കാരനെ ചോദ്യം ചെയ്തപ്പോഴാണ് ജയേഷിന്റെ വീട്ടിൽ നടന്നതായി ചില കാര്യങ്ങൾ പറഞ്ഞത്. റാന്നിക്കാരൻ പറഞ്ഞത് പൂർണ്ണമായി വിശ്വസിക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. ഇടതു നെഞ്ചിൽ അമ്മ എന്ന് പച്ച കുത്തിയിട്ടുണ്ട് കേസിലെ പ്രതി ജയേഷ്. രേഷ്മയെ കണ്ടാൽ ഒരു സാധു പെൺകുട്ടി, ശാലീന സുന്ദരി. പക്ഷേ ഇത്രയും ക്രൂരത റാന്നിക്കാരനെ ചെയ്യാൻ എന്താണ് കാരണം? റാന്നിക്കാരനും ജയേഷും സുഹൃത്തുക്കളുമാണ്. പീഡനത്തിന് ഇരയാക്കപ്പെട്ട ആലപ്പുഴ സ്വദേശിയും റാന്നിക്കാരനുമായി പരിചയമുണ്ടോ? ആലപ്പുഴക്കാരനും ജയേഷുമായി രേഷ്മയുമായി മുൻ പരിചയമുണ്ടോ? റാന്നിക്കാരനെ കെട്ടിത്തൂക്കി മർദ്ദിക്കാൻ സഹായികൾ ആരെങ്കിലും ഉണ്ടായിരുന്നു? ശാരീരിക പീഡനം സൈക്കോ പ്രവൃത്തിയാണോ അതോ മുൻവിരോധം കൊണ്ടുള്ളതാണോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് പോലീസ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പരസ്പര വിരുദ്ധമായ മൊഴികൾ പരാതിക്കാരനും പ്രതികളും നൽകുന്നതാണ് അന്വേഷണത്തിന് തടസ്സം. ഹണി ട്രാപ്പ്, ആഭിചാരം തുടങ്ങിയ വാദഗതികൾ പോലീസ് പൂർണ്ണമായി മുഖവിലേക്ക് എടുത്തിട്ടില്ല. ജയേഷിനൊപ്പം ജോലി ചെയ്തിരുന്ന ആളാണ് റാന്നി സ്വദേശി. അതുകൊണ്ട് തീർച്ചയായിട്ടും ജയേഷിന് ഈ പറയുന്ന ഒരു യുവാവിനെ പരിചയമുണ്ട്. അതുകൊണ്ടാണ് ഓണാഘോഷത്തിന് വിളിച്ചപ്പോൾ വീട്ടിലേക്ക് പോയതെന്നാണ് പറയുന്നത്. ഓണത്തിന് വീട്ടിലേക്ക് വിളിക്കാൻ തക്കവണ്ണമുള്ള അടുപ്പം ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നുവെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരടുപ്പമുള്ള റാന്നിക്കാരൻ മുൻപും ജയേഷിന്റെ വീട്ടിലെത്തിയിരിക്കാം. പക്ഷേ ഓണ ദിവസം മാത്രം ഇങ്ങനെ ഒരു ക്രൂരപീഡനം നടക്കാനുണ്ടായ കാരണമാണ് പോലീസ് തേടുന്നത്. ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ പിൻ അടിച്ചത് എന്തെങ്കിലും പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ആലപ്പുഴക്കാരനും ജയേഷും രശ്മിയുമായുള്ള പരിചയം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചും പോലീസിന്റെ ഭാഗത്തു നിന്ന് സൂചനയില്ല. ആലപ്പുഴക്കാരനും റാന്നിക്കാരനുമായി അടുപ്പമുണ്ടോ എന്നതും വ്യക്തമല്ല. ഇതേക്കുറിച്ച് പോലീസ് കൃത്യമായ വിശദീകരണം നൽകുന്നുമില്ല. ആഭിചാര ക്രിയകൾ എന്നത് റാന്നിക്കാരന്റെ സൃഷ്ടിയാണോ എന്നും സംശയിക്കുന്നുണ്ട്. കോയിപ്രം ചരൽക്കുന്നിലെ യുവദമ്പതിമാർ യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ നിർണായക വീഡിയോ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. റാന്നി, ആലപ്പുഴ സ്വദേശികളായ യുവാക്കളാണ് ജയേഷിന്റെയും രശ്മിയുടെയും ക്രൂരമർദ്ദനത്തിനിരയായത്. അന്വേഷണവുമായി പ്രതികൾ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ യഥാർത്ഥ തിരക്കഥ കണ്ടെത്താൻ പോലീസിന് കഴിയുന്നുമില്ല. റാന്നി സ്വദേശിയെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിയിട്ടുണ്ട്. മർദ്ദനമേറ്റവർക്ക് രണ്ടാം പ്രതിയായ രശ്മിയുമായി ബന്ധമുണ്ടായിരുന്നു. ഇതിന്റെ പ്രതികാരമായാണ് രശ്മിയും ഭർത്താവും ജയേഷും ഇരുവരെയും വിളിച്ചു വരുത്തി ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് വിലയിരുത്തൽ. കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. മർദ്ദനമേറ്റ റാന്നി സ്വദേശിയും ആലപ്പുഴ സ്വദേശിയും ബന്ധുക്കളാണ്. ജയേഷും റാന്നി സ്വദേശിയും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാണ്. അതായത് ഈ പറയുന്ന 2 യുവാക്കളും ഈ പ്രതികളായിട്ടുള്ള ഭാര്യയും ഭർത്താവും തമ്മിൽ ബന്ധങ്ങളുണ്ട്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു യുവാവിനെ തട്ടിക്കൊണ്ടുവന്ന് ഇത്തരത്തിൽ ക്രൂരമർദ്ദനത്തിനിടയാക്കിയതല്ല. ഇവരെല്ലാം തമ്മിൽ പല രീതിയിലുള്ള ബന്ധങ്ങളുണ്ട്. സെപ്റ്റംബർ 1-ാം തീയതിയായിരുന്നു ആലപ്പുഴ സ്വദേശിയെ ദമ്പതിമാർ വീട്ടിൽ വിളിച്ചു വരുത്തി മർദ്ദിച്ചത്. സെപ്റ്റംബർ 5-ാം തീയതി റാന്നി സ്വദേശിയെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ക്രൂരമായി ആക്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ റാന്നി സ്വദേശി പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി. റാന്നി സ്വദേശി ആദ്യം പോലീസിനോടാണ് പറഞ്ഞത് മറ്റൊരു മൊഴിയായിരുന്നു. കോഴഞ്ചേരിയിലുള്ള തന്റെ കാമുകിയുടെ ബന്ധുക്കളാണ് മർദ്ദനത്തിന് പിന്നിലെന്നായിരുന്നു പരാതിക്കാരന്റെ ആദ്യ മൊഴി. ഇതനുസരിച്ച് പോലീസ് ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ട്വിസ്റ്റ് ഉണ്ടായത്. അന്വേഷണത്തിനിടെ റാന്നി സ്വദേശി നൽകിയ മൊഴികളിൽ വാസ്തവമില്ലെന്ന് തെളിഞ്ഞു. ഇയാളുടെ കാമുകിയിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. കാമുകിയാണ് ജയേഷ് രശ്മിയും തന്നെ കാണാൻ വന്ന കാര്യം പോലീസിനോട് വെളിപ്പെടുത്തിയത്. റാന്നി സ്വദേശിക്ക് രശ്മിയുമായി അവിഹിത ബന്ധമുണ്ടെന്നും അതിനാൽ പ്രണയത്തിൽ നിന്ന് പിന്മാറണമെന്നാണ് ദമ്പതിമാർ അയാളുടെ കാമുകിയോട് പറഞ്ഞത്.
റാന്നി സ്വദേശിയാണ് ഇക്കാര്യം പറയാൻ തങ്ങളെ പറഞ്ഞയച്ചതെന്നും ഇത് പറഞ്ഞാൽ റാന്നി സ്വദേശിയുടെ കൈവശമുള്ള രശ്മിയുടെ സ്വകാര്യ വീഡിയോകൾ തിരികെ തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും ജയേഷും രശ്മിയും അറിയിച്ചു. ഇതാണ് കേസിനെ ട്വിസ്റ്റ് ഉണ്ടാക്കിയത്. തുടർന്ന് റാന്നിക്കാരന്റെ മൊഴിയെടുത്തു. ഇതോടെ സത്യം മറ്റൊന്നാണെന്ന് പോലീസ് കണ്ടെത്തി. റാന്നി സ്വദേശിക്കും ആലപ്പുഴ സ്വദേശിക്കും രശ്മിയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഇരുവരെയും ആക്രമിക്കാൻ ജയേഷ് പദ്ധതിയിട്ടതെന്നാണ് നിലവിലെ സൂചന. യുവാക്കളിൽ ഒരാളുടെ കൈവശം രശ്മിയുമായുള്ള സ്വകാര്യ ദൃശ്യങ്ങളുണ്ടെന്നും ജയേഷിന് സംശയമുണ്ടായിരുന്നു. ഇതോടെ പക വർദ്ധിച്ചു. രശ്മി എല്ലാ കാര്യങ്ങളും ജയേഷിനോട് സമ്മതിച്ചു, ക്ഷമ ചോദിച്ചു. അതിന് പിന്നാലെ രണ്ടുപേരെയും തനിക്ക് ഇവിടെ കിട്ടണമെന്ന് ജയേഷ് രശ്മിയോട് പറഞ്ഞു. തുടർന്നാണ് രശ്മിയെ ഉപയോഗിച്ച് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത്. തിരുവോണ ദിവസം തന്റെ വീട്ടിൽ കൂടാമെന്നും പറഞ്ഞാണ് ജയേഷും രശ്മിയും റാന്നി സ്വദേശിയെ വിളിച്ചു വരുത്തിയത്. എന്നാൽ വീട്ടിലെത്തിയതിന് പിന്നാലെ കുരുമുളക് സ്പ്രേ അടിച്ച് മർദ്ദനം ആരംഭിച്ചു. കൈകാലുകൾ കെട്ടിത്തൂക്കി നഖം പിഴുതെടുക്കാൻ ശ്രമിച്ചു. വീട്ടിലുണ്ടായിരുന്ന ഇരുമ്പ് വടി, പൈപ്പ് റേഞ്ചർ, സൈക്കിൾ ചെയിൻ എന്നിവ ഉപയോഗിച്ചെല്ലാം മർദ്ദനം തുടർന്നു. രശ്മി ഓരോ ആയുധവും എടുത്തു കൊടുക്കുകയും ജയേഷ് ഇതുപയോഗിച്ച് മർദ്ദിക്കുകയുമായിരുന്നു. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളെല്ലാം രശ്മി മൊബൈൽ ഫോണിൽ പകർത്തി. ഇതിനുശേഷം വിരലുകളിൽ മുട്ടുസൂചി അടിച്ചു കയറ്റി. പരാതിക്കാരന്റെ ജനനേന്ദ്രിയത്തിൽ പിടിച്ചു വലിച്ച് ഇതിൽ 23 തവണ സ്റ്റേപ്ലർ കൊണ്ട് പിന്നടിച്ചും ക്രൂരത തുടർന്നു. രശ്മിയുടെ ഫോണിൽ ഈ ദൃശ്യങ്ങളുണ്ടായിരുന്നു. ഇതാണ് പോലീസിന് കിട്ടിയത്. മർദ്ദനേറ്റ് അവശനായ റാന്നി സ്വദേശിയെ ജയേഷ് രശ്മിയും ചേർന്ന് സ്കൂട്ടറിലിരുത്തിയാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയത്. പരാതിക്കാരനെ നടുവിലിരുത്തിയായിരുന്നു സ്കൂട്ടർ യാത്ര. തുടർന്ന് റോഡരികിൽ ഉപേക്ഷിച്ചു. ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ കാമുകിയുടെ ബന്ധുക്കൾ മർദ്ദിച്ചെന്ന് പറയണമെന്നും ദമ്പതിമാർ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തി. പിന്നീട് ഓട്ടോറിക്ഷ തൊഴിലാളികളാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ആശുപത്രിയിലുള്ളവരാണ് പോലീസിന് വിവരം നൽകിയത്. റാന്നിക്കാരന്റെ മൊഴി ഇങ്ങനെയായിരുന്നു. മുറിയിൽ കെട്ടിത്തൂക്കിയിട്ട ശേഷം വിവസ്ത്രനാക്കി ജനനേന്ദ്രിയത്തിൽ രശ്മിയാണ് സ്റ്റേപ്ലർ പിന്നടിച്ചത്. വേദന കൊണ്ട് പൊളഞ്ഞു. കാൽവിരലിലെ നഖം കട്ടിംഗ് പ്ലെയർ ഉപയോഗിച്ച് പറിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ കുതറി. വലതുകാൽ ബലമായി പിടിച്ചുവെച്ച് നഖത്തിനിടയിൽ രശ്മി മുട്ടുസൂചി അടിച്ചു കയറ്റി. കമ്പിവടി കൊണ്ട് എന്റെ കാലിലും ശരീരത്തും ജയേഷ് അടിച്ചുകൊണ്ടിരുന്നു. കാൽമുട്ട് പൊട്ടി ചോരയൊലിച്ചു. ആഴത്തിലുള്ള മുറിവിനകത്തേക്ക് പെപ്പർ സ്പ്രേ അടിച്ചു. കേട്ടാൽ വിശ്വസിക്കാനാകാത്ത ക്രൂര കൃത്യങ്ങളാണ് തിരുവോണ ദിവസം വൈകിട്ട് കോയിപ്രം മാന്താലി മണ്ണിലെ വീട്ടിൽ നടന്നത്. ജയേഷുമായി 2018 മുതലുള്ള പരിചയമാണെന്ന് യുവാവ് പറയുന്നു. ബംഗളൂരിലെ ക്രഷർ കമ്പനിയിൽ ജോലിയിലായിരുന്നു ജയേഷും താനും. അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത്. ജയേഷുമായി മുൻവിരോധമില്ല. ജയേഷിനെ വിളിച്ചിട്ട് കിട്ടാതാകുമ്പോൾ രശ്മി തന്റെ ഫോണിൽ വിളിക്കുമായിരുന്നു. അങ്ങനെയാണ് രശ്മിയുമായുള്ള ബന്ധം. ഇതാണ് യുവാവ് നൽകിയ മൊഴി. തിരുവോണ ദിവസം വൈകിട്ട് രശ്മിയാണ് വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയുന്നത്. തിരുവോണത്തിന് വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് സ്വാഭാവികമായതിനാൽ ചെന്നു. വീട്ടിൽ കയറി സംസാരിച്ചിരുന്നതിനിടെ ജയേഷ് പെപ്പർ സ്പ്രേ അടിച്ചു. പിന്നീട് അടിച്ച് താഴെയിട്ടു. ശേഷം ബ്ലേഡ് കഴുത്തിന് വെച്ച് ഭീഷണിപ്പെടുത്തി. ഇരുവരും ചേർന്ന് ഷാൾ ഉപയോഗിച്ച് കൈകൾ കെട്ടിയ ശേഷം ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ജനനേന്ദ്രിയത്തിലും പുറത്തും സ്റ്റേപ്ലർ പിന്നടിച്ചു. കാലിൽ നിന്ന് ചോര ഒലിക്കുമ്പോൾ അവർ ചിരിക്കുകയായിരുന്നു. മാത്രമല്ല ആഭിചാരക്രിയ പോലെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു. മർദ്ദനത്തിന് ശേഷം 8 മണിയോടെ സ്കൂട്ടറിൽ പുതമൺ പാലത്തിൽ തള്ളി. അതുവഴി വന്ന ഓട്ടോറിക്ഷക്കാരനാണ് ആദ്യം റാന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജിലും കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചത്. അവിടെ വെച്ചാണ് സ്റ്റേപ്ലർ പിന്നൂരിയത്. കാലിനും 6 വാരിയലിലും നട്ടലിലും പൊട്ടലേറ്റിട്ടുണ്ടെന്നും ശരീരമാസകലം വേദനയുണ്ടെന്നും യുവാവ് പറയുന്നു.